ഹായ്, ഐ ആം റോജി ജോസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആൽഫ അക്കാഡമി ആൻഡ് ജീനിസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആലപ്പുഴ. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. നമുക്ക് ഈ ഓണത്തിൻ്റെ ഈ നിമിഷത്തിലൂടെ സെപ്റ്റംബർ 2nd വീക്കിലൂടെ നാം കടന്നു പോകുമ്പോൾ നീറ്റ് 2024 മാർക്കിനെ ബേസ് ചെയ്ത് റാങ്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഈ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് അലൈഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, അതുപോലെ ബിടെക്, ബയോടെക്നോളജി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഇങ്ങനെ 11 കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ആണ് ഈ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കീം 2024 ഹോമിയോ മുതൽ ഈ 11 കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻ്റ് ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൂടെ ഒരു ക്യാമ്പസോ കോഴ്സ് ലഭിച്ച വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 18 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി ക്യാമ്പസിൽ കോളേജുകളിൽ പോയി നിർബന്ധമായും ജോയിൻ ചെയ്യണം. അതിന് കാൻഡിഡേറ്റ്സ് എന്താണ് ചെയ്യേണ്ടത്? ഓരോരുത്തരും അവരവരുടെ പ്രൊഫൈൽ പേജ് നോക്കിയതിന് ശേഷം അവിടുന്ന് മെമ്മോ കാർഡും ഡേറ്റ കാർഡും പ്രിൻ്റ് എടുക്കുക. ആ ഡേറ്റ കാർഡ് പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഏത് കോഴ്സാണ് അനുവദിച്ചിരിക്കുന്നത്, ഏത് ക്യാമ്പസിലാണ് അലോട്ടഡ് ആയിരിക്കുന്നത്, അവിടെ നമുക്ക് എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഡേറ്റ കാർഡിൽ ഉണ്ടാവും. നമുക്കുള്ള റിസർവേഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഡേറ്റ കാർഡിലുണ്ടാവും. ഇനി ഡേറ്റ കാർഡും മെമ്മോയും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം എല്ലാ ഡോക്യുമെൻസുമായി, നമുക്കറിയാം ഈ ആഴ്ചയിലൊക്കെ 12 ഇത് പബ്ലിഷ് ചെയ്തത്, 18 വരെയുള്ള ഡേറ്റുകൾക്കിടയിൽ കുറേ ദിവസങ്ങൾ അവധികളുണ്ട്. അപ്പോൾ ഈ അവധികൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏത് ക്യാമ്പസിലേക്കാണോ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത് ആ കോളേജിലേക്ക് വിളിച്ച് ചോദിച്ചതിന് ശേഷം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്, അവിടെ എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കി കൃത്യമായി ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്യണം. ഇതാണ് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. നമ്മളൊരു അലോട്ട്മെൻറ്റിൽ ഒരു ക്യാമ്പസ് ലഭിച്ചിട്ട് നമ്മൾ ക്യാമ്പസിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ നിന്നേ നാം ഔട്ടാവും. നമുക്കറിയാം, ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, മോപ്പപ്പ്, ഈ 4 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും പങ്കെടുക്കാൻ സാധിക്കുക. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തതിന് ശേഷം ഒരു ക്യാമ്പസ് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ വീണ്ടും പങ്കെടുക്കാം. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തൊരു ക്യാമ്പസ് ലഭിച്ചു, നാം ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഇതിനേക്കാൾ മികച്ചൊരു ക്യാമ്പസിലേക്ക്, കോഴ്സിലേക്ക് നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ അഡ്മിഷൻ ലഭിച്ചാൽ ഇനി അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റിൽ മാത്രമല്ല, നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലേക്കോ കേരളത്തിൻ്റെ MBBS VDSൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തുടങ്ങിയാണ്. ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലാവട്ടെ എവിടെയെങ്കിലും നമുക്കൊരു ചേഞ്ച് ലഭിച്ചാൽ നമുക്ക് അങ്ങോട്ട് മാറാനുള്ള പെർമിഷനുണ്ട്. പക്ഷെ ജോയിൻ ചെയ്യാതിരുന്നാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അലൈഡ് കോഴ്സുകളുടെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരു റിസൾട്ടിലൂടെ ഒരു ക്യാമ്പസോ കോഴ്സോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, ഒരു കോഴ്സും ക്യാമ്പസും എൻട്രൻസ് കമ്മീഷണർ നമ്മുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് വെറുതെ തരുന്നതല്ല. നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്ത പ്രയോറിറ്റി അനുസരിച്ചാണ് എൻട്രൻസ് കമ്മീഷണർ ചെക്ക് ചെയ്തത്, നാം കൊടുത്തിരിക്കുന്ന ചോയ്സിൻ്റെ പ്രയോറിറ്റി. അപ്പോൾ ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോഴും ഇപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിൻ്റെ വന്നു, നമ്മളൊരു ക്യാമ്പസിൽ ജോയിൻ ചെയ്തു, ഇനി സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കാം. നമുക്ക് ഇപ്പോൾ അർഹത ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പസ് അല്ല ലഭിച്ചതെങ്കിൽ ഈ ഇഷ്ടപ്പെട്ടതല്ല എന്ന് ഒരു കാൻഡിഡേറ്റും പേരൻറ്റും പറയാൻ പാടില്ല. കാരണം നാം പഠിക്കത്തില്ല എന്നുറപ്പുള്ള ഒരു ക്യാമ്പസും ചോയ്സ് ഫില്ലിങ്ങിൽ നാം എൻ്റർ ചെയ്യാൻ പാടില്ല. നമുക്കൊരു കോഴ്സ് ലഭിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് മികച്ച ക്യാമ്പസുകളിലേക്ക് മൂവ് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് കൊടുത്തു അല്ലെങ്കിൽ ക്യാമ്പസ് കൊടുത്തു, അത് ലഭിച്ചു, അത് വെറുതെ അല്ലല്ലോ, നാം ചോദിച്ചിട്ടില്ല എൻട്രൻസ് കമ്മീഷണർ തരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കുമ്പോൾ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഈ അലൈഡ് കോഴ്സുകളുടെ ഇതിലേക്ക് വന്നു, ഡേറ്റ കാർഡ് പ്രിൻ്റ് ഔട്ട് എടുത്തു, എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കുന്നു, ബാക്കി ഫീസും ഡോക്യുമെൻസും കോളേജുകളിൽ പോയി
കാണിച്ച് ഫീസ് അടച്ച് ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്ത് ജോയിൻ ചെയ്യുക. അടുത്ത അലോട്ട്മെൻറ്റിൽ ഒരു ചേഞ്ച് വന്നാൽ ആ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡേറ്റ കാർഡും നമുക്ക് കാണിച്ചതിന് ശേഷം ഈ കോളേജിൽ നിന്നും എല്ലാ ഡോക്യുമെൻസും ഫീസും തിരിച്ചു വാങ്ങി പുതിയ ക്യാമ്പസിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം നിർബന്ധമായും സെപ്റ്റംബർ 18 മുമ്പായി കോളേജുകളിൽ ജോയിൻ ചെയ്യാനും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഓൾ ഇന്ത്യയുടെ MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ കൃത്യമായി ഡേറ്റുകൾ നോട്ട് ചെയ്തുകൊണ്ട് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ എല്ലാവരും പങ്കെടുക്കുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇതിനോടൊപ്പം ഈ അലൈഡ് കോഴ്സുകളാവട്ടെ, MBBS BDSൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ആവട്ടെ, ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിലൂടെ ഒരു മികച്ച ക്യാമ്പസ് ലഭിച്ചില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയും നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്, നമുക്ക് വിജയിക്കാം എന്ന ആത്മവിശ്വാസത്തോടെ എൻട്രൻസ് എക്സാമിനേഷനെ നമ്മൾ ക്രാക്ക് ചെയ്യാനായി നിരന്തരം പരിശ്രമിക്കുക. ആ പരിശ്രമത്തിലൂടെ വിജയം നേടിയെടുക്കുക. അങ്ങനെയുള്ള ഒരു പരിശ്രമത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിലും ഒരു വിജയത്തിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. അത് എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനോ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനോ ഏതുമാവട്ടെ, ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ, അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാൻ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആൽഫ അക്കാഡമി ഉണ്ട്. ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൊക്കെ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ക്യാമ്പസും കോഴ്സും നേടിയെടുക്കാൻ സാധിക്കട്ടെ. ഇതിനോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ല ഒരു ഓണം ആസ്വദിക്കാനും സാധിക്കട്ടെ എന്ന ആശംസയോടെ ബെസ്റ്റ് വിഷസ്.